ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറുതെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് ഒരു സമയത്ത് കേരളക്കരയെ മൊത്തം ഇളക്കി മറിച്ചിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രീം കേക്ക് വാങ്ങി കഴിക്കാൻ എല്ലാവർക്കും എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്കൊന്ന് കഴിക്കണമെന്ന് തോന്നുമ്പോൾ എല്ലാവർക്കും വാങ്ങി കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഒരു ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ അവർ പറയുമ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കണത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ കാണുന്ന ഈ ഐറ്റംസും കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു 150 രൂപയുടെ ഉള്ളിൽ തന്നെ ഇത്രയും ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു ബഡ്ജറ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. അതായത് വലിയ 30 രൂപയുടെ പാക്കറ്റില്ല, 10 രൂപയുടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത് ഏതൊക്കെ ഫ്ലേവറിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ചോക്ലേറ്റും വാനിലയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഒരെണ്ണം തന്നെ എങ്ങനെയാണെന്ന് വെച്ചെടുക്കാം. ഞാനിവിടെ എടുത്തേക്കണത് 2 വൈറ്റ് ക്രീമും അതേപോലെ തന്നെ ഒരു ചോക്ലേറ്റ് ക്രീമും ഉള്ള ഫ്ലേവറാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അത് 3 പാക്കറ്റിലും കൂടി മൊത്തം 15 എണ്ണമാണ് ഉള്ളത്. അതിൽ നിന്നൊരു 11 എണ്ണം മാത്രം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി 4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെ മധുരത്തിനനുസരിച്ച് 2, 3, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ ബേക്കിംഗ് സോഡയും ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഓറിയോയുടെ പീസൊക്കെ നന്നായിട്ട് ശരിക്കും നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ആവാൻ പാകത്തിന് നന്നായിട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മളുടെ കേക്കിൻ്റെ, നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അളവിലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എൻ്റെ അടുത്തുള്ള ഏറ്റവും ചെറിയ അളവായിട്ടുള്ള 5 ഇഞ്ചിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത്. അത് ഒഴിച്ചിട്ട് നല്ല ഒരു 10-15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കുന്ന ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കുക്ക് ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തത്. അങ്ങനെ ബേക്കായി വന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഈ കേക്ക് ബേക്ക് ആവാനായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. പിന്നെ ബേക്ക് ആയതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പാനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എൻ്റെ കുറച്ച് ധൃതി കൂടിപ്പോയതാണ്, ഞാൻ ചൂടോടെ തന്നെ റിമൂവ് ചെയ്താണ് കാണുന്നത്. അതിൻ്റെ എൻ്റെ കേക്കിൽ കാണാനും ഉണ്ട്. കേക്കിൻ്റെ സൈഡിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതില്ലാന്ന് വിചാരിച്ച് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ഒരു ബോക്സ് തന്നെ വേണമെന്നില്ല. എൻ്റെ അടുത്ത് ഡ്രീം കേക്കിൻ്റെ ബോക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കാണ് കേട്ടോ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള ഒരു ചോറ്റുപാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള കേക്ക് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്കും കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ സിറപ്പ് അങ്ങോട്ട് കേക്കിലേക്ക് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 4 ബിസ്ക്കറ്റും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പൊടിച്ചെന്ന് വെച്ചാൽ അങ്ങനെ തീരെ ഭയങ്കര ഫൈനായിട്ടൊന്നും പൊടിക്കൊന്നും വേണ്ട, ഒന്ന് ഒടിച്ചൊടിച്ചിട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരും. ഒരു 4-5 മിനിറ്റും കൊണ്ട് തന്നെ കുറുകി വരും കേട്ടോ. അങ്ങനെ കുറുകി ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഡയറി മിൽക്ക് നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 20 രൂപയുടെ 2 പാക്കറ്റ് ഡയറി മിൽക്കാണ് എടുത്തത്. അത് മൊത്തം 10 കട്ടയായിട്ടാണുള്ളത്. അതിൽ നിന്ന് 4 കട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറുകി വന്ന സമയത്തിന് അത് ഇട്ട് കൊടുത്തിട്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അമൂലിൻ്റെ ഒരു ചെറിയ പാക്ക് ഫ്രഷ് ക്രീമും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 1/4 കപ്പ്, അതിൻ്റെ ഒരു പകുതിയോളം മതിയാവും കേട്ടോ മൊത്തത്തിൽ ഈ ഒരു കേക്കിൽ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് സ്പഞ്ചിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറച്ച് മാറ്റി വയ്ക്കാനൊന്നും നിൽക്കണ്ട, മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിലോ അല്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് 3ാമത്തെ ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 3ാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 രൂപയുടെ 2 പാക്കറ്റ് ഡയറി മിൽക്കാണ് നമ്മൾ എടുത്തേക്കണത്. അത് ഫുള്ളായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പൊട്ടിച്ച ഡയറി മിൽക്കിൻ്റെ പാക്കറ്റിലത്തെ 4 കട്ടയാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 6 കട്ടയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ 2ാമത്തെ ലെയർ ക്രീം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാര ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റതിൽ ആഡ് ചെയ്യണം, അതായിരിക്കും നല്ലത്. ഞാൻ മറന്നുകൊണ്ട് മാത്രം ഇതിൽ ചെയ്തതാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം.
നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ മിൽക്ക് മെയ്ഡ് ഒന്നും എടുക്കാത്തത്. അപ്പോൾ ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ മൂന്നാമത്തെ ലെയർ റെഡിയാക്കിയതും ഫുള്ളായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സായി പോകും, ഓരോരോ ലെയറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കൂല കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ആവാൻ വെച്ചിട്ട് ആ ടൈം കൊണ്ട് നമുക്ക് നാലാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടോ മൈക്രോവേവ് ചെയ്തിട്ടോ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ നമ്മൾ നാലാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നന്നായിട്ട് ചോക്ലേറ്റ് നാലാമത്തെ ലെയറായിട്ട് കവർ ചെയ്ത് നിന്നോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ ഡ്രീം കേക്കിൻ്റെ അതേ രൂപത്തിൽ തന്നെ പൊട്ടിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരൊറ്റ പാക്കറ്റ്, അതായത് ടോട്ടൽ 2 പാക്കറ്റ് ഡയറി മിൽക്കിൽ ഒതുക്കിയതാണ്. പിന്നെ മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് ഡയറി മിൽക്ക് വേണമെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റും കൂടെ ഒരുമിച്ച് മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊക്കോ പൗഡർ ഇല്ല, എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഉള്ളതാണ്. അതല്ലെങ്കിൽ ബൂസ്റ്റ്, ഒരു പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങിച്ചിട്ട് ഇതേപോലെ അരിപ്പയക്കോടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അരിപ്പയക്കോടെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞൊരു 10 മിനിറ്റും കൂടെ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള കേക്കിൻ്റെ അവസ്ഥയാണ് ഇട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രം വളരെ ചീപ്പ് റേറ്റിൽ മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഇവിടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മൊത്തം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.